കഥയാരംഭിക്കുന്നത് ആന എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആന ആർട്ടിനോട് ഏറെ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പ്രത്യേകിച്ച് പെയിന്റിങ്ങുകളോട്. ആ കൊല്ലമായിരുന്നു ആന തന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതും ആർട്സിലാണ്. പിന്നാലെ ആർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ആർട്ട് സെക്ടറിൽ തന്നെ അവൾ ജോലി നോക്കുകയാണ്. ആനയ്ക്ക് സ്റ്റഡിയായ ഒരു ഇൻകം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാരീഡായ തന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ആന കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രദർ ഇൻ ലോയും ആനയും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായി. തുടർച്ചയായി ആന അവരുടെ വീട്ടിലങ്ങനെ തുടരുന്നത് ബ്രദർ ഇൻ ലോക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആർട്സ് ജോലിയുമായി മുമ്പോട്ട് പോയാൽ ഒന്നും നടക്കില്ലെന്നും സ്റ്റഡി ഇൻകമുള്ള നല്ലൊരു ജോലി ആന കണ്ടെത്തണം എന്നുമൊക്കെ ബ്രദർ ഇൻ ലോ പറഞ്ഞു. ബ്രദർ ഇൻ ലോ അങ്ങനെ ആർട്ടിനെ വലിയ രീതിയിൽ കൊച്ചാക്കി സംസാരിച്ചപ്പോ ആനയ്ക്ക് ദേഷ്യം വന്നു. ആർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയല്ലെന്നും ബില്യൺസ് വാല്യൂ വരുന്ന വലിയ ബിസിനസ് ആണെന്നും താനിങ്ങനെ ഇപ്പോ ആർട്ട് മേഖലയിൽ ഒരു ഇന്ത്യനായി ജോലി നോക്കുന്നത് ഇതിലെ ജോലി വളർച്ച കണ്ടിട്ടല്ല, ഇതിനെപ്പറ്റി പഠിക്കാനാണ്. സ്വന്തമായി ഒരു ആർട്ട് ഗാലറി ഓൺ ചെയ്യുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നൊക്കെ ആന ആ സമയം വ്യക്തമാക്കുന്നുണ്ട്. അന്നത്തെ ആ സംസാരത്തിനും ഡിബേറ്റിനും ഒക്കെ ശേഷം ആന തന്റെ ജോലിക്കായി പോയി. ആന അന്ന് ഓഫീസിലേക്ക് എത്തിയപ്പോഴാണ് നടക്കാനിരിക്കുന്ന വലിയ ഓപ്ഷനെ പറ്റി അറിയുന്നത്. അതിനുവേണ്ടി ഏവരും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. എംപ്ലോയീസ് ഒക്കെ അണിനിരന്നു നിന്നു. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി എമി അവളുടെ ഷർട്ടിൽ ഒരു സ്റ്റെയിൻ കാണുന്നത്. ഉടനടി ഇരുവരും നേരെ ടോയ്ലറ്റിലേക്ക് പോയി. ആനയുടെ ഷർട്ടിലായ കറ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കറ റിമൂവ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അതിന്റെ അവശേഷിപ്പുകൾ ഷർട്ടിൽ തന്നെ തുടർന്നു. ബോസ് എത്തുന്നതിന് മുമ്പ് തിരികെ ലൈനപ്പിൽ അവർ വന്ന് നിന്നെങ്കിലും ബോസ് എന്ത് പറയുമെന്നോർത്ത് ആനയ്ക്ക് പേടിയുണ്ടായിരുന്നു. പിന്നാലെയാണ് അവരുടെ ബോസായ കമ്പനി ഓണർ ക്ലെയർ കടന്നു വരുന്നത്. ക്ലെയർ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു ലേഡിയാണ്. ഓപ്ഷന് മുമ്പ് എംപ്ലോയീസിന്റെ വസ്ത്രധാരണമടക്കം പരിശോധിക്കും. എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അത് നോട്ട് ചെയ്ത് പറയുകയും ചെയ്യും. ആന അല്പം ഭീതിയിലായിരുന്നു നിന്നത്. ക്ലെയർ ഓരോ എംപ്ലോയിയെയും പരിശോധിച്ചു. ഭാഗ്യവശാൽ ആദ്യം ക്ലെയർ ആനയുടെ ഷർട്ടിലെ കറ കണ്ടിരുന്നില്ല. പക്ഷെ ഒക്കെ കഴിഞ്ഞ് മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്തപ്പോ ക്ലെയർ അത് നോട്ട് ചെയ്തു. ആനയോട് ഓപ്ഷനിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് വരരുത് എന്ന് ക്ലെയർ കൽപ്പിച്ചു. ടാറ്റു അടിച്ചിരുന്നതിന്റെ പേരിൽ ആനയുടെ കൂട്ടുകാരി എമിയെയും ക്ലെയർ ഓപ്ഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി. എമിയും ആനയും ദുഃഖത്തോടെ ഓഫീസിൽ പോയി ഓരോന്ന് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ആനയാണെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയ കുറെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അന്ന് ഓപ്ഷന് വെക്കുന്ന പെയിന്റിങ്ങുകളുടെ കുറെ വിവരങ്ങളായിരുന്നു അത്. അപ്പോഴാണ് ആന ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഓപ്ഷനായി കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ ചിലതിൽ സാരമായ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് തന്നെ പൂർണ്ണമായും തെറ്റായിട്ടാണ്. കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പ് ഓപ്ഷൻ ഹാളിലേക്ക് ചെന്ന് ക്ലെയറിനെ അത് അറിയിക്കാൻ ആന ശ്രമിച്ചു. ഓപ്ഷൻ ഹാളിലേക്ക് പ്രവേശനമില്ല എന്ന് ആനയോട് ക്ലെയർ പ്രത്യേകം പറഞ്ഞിരുന്നതാണല്ലോ. എന്നിരുന്നാലും ആന റിസ്ക് എടുത്തു. ഓപ്ഷൻ ഹാളിലെത്തി വിവരം ക്ലെയറിനോട് പറഞ്ഞു. ക്ലെയർ അതിലെ തെറ്റ് മനസ്സിലാക്കിയതും ഓപ്ഷൻ ഓഫീസറുടെ അടുക്കൽ വിവരമറിയിച്ചു. ആനയുടെ ആ പ്രവൃത്തി കൊണ്ട് ഓപ്ഷൻ അന്ന് നല്ല രീതിയിൽ നടന്നിരുന്നു. അന്ന് ഓപ്ഷൻ കഴിഞ്ഞ് എംപ്ലോയീസിനെ വിളിച്ചുകൂട്ടി ക്ലെയർ സംസാരിച്ചു. അന്ന് പറ്റിയ തെറ്റിന്റെ പേരിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വരെ പോവേണ്ടതായിരുന്നു. തെറ്റുവരുത്തിയ എംപ്ലോയിയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ക്ലെയർ എത്തിച്ചേർന്നിരുന്നു. പിന്നാലെ ആനയുടെ പ്രവൃത്തിയെ ക്ലെയർ അഭിനന്ദിക്കുകയും ചെയ്തു. മറ്റ് സ്റ്റാഫുകളോട് ആനയെ കണ്ട് പഠിക്കുവാൻ ക്ലെയർ പറയുകയുമുണ്ടായി. ആനയ്ക്ക് വലിയ അഭിമാനം തോന്നിയിരുന്നു. പക്ഷേ ചില സ്റ്റാഫുകൾക്ക് അതിഷ്ടപ്പെട്ടതുമില്ല. അന്നൊക്കെ കഴിഞ്ഞ് ആനയും എമിയും അടുത്തുള്ള ബാറിൽ പോയി. ബോസിനടുക്കൽ നിന്ന് പുകഴ്ത്തലൊക്കെ കേട്ടെങ്കിലും ആന കുറച്ച് സങ്കടത്തിലായിരുന്നു. ഫിനാൻഷ്യൽ കാര്യം തന്നെ പ്രധാനം. ആനയ്ക്ക് വലിയ ശമ്പളം കിട്ടുന്നില്ലല്ലോ, ഇന്ത്യൻ മാത്രമാണല്ലോ. പക്ഷേ എമി ആനയെ സപ്പോർട്ട് ചെയ്തു. ആനയുടെ ഈ ബുദ്ധിമുട്ടൊക്കെ വേഗം മാറുമെന്നും അവൾക്ക് വലിയ വിജയം തന്നെ ലൈഫിൽ കിട്ടും എന്നൊക്കെ എമി പറഞ്ഞു. അതൊക്കെ കേട്ട് ആന കുറച്ച് ചെയർഫുൾ ആവുന്നുണ്ട്. പിറ്റേന്ന് പുലർച്ചെ ക്ലെയറിന്റെ കോൾ വന്നിട്ടായിരുന്നു ആന ഉണരുന്നത്. ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു ഓപ്ഷൻ ഉണ്ടെന്നും അടുത്ത ആഴ്ചയാണെന്നും അതിന്റെ വർക്കിന് വേണ്ടി പുറപ്പെടാൻ പോവുകയാണെന്നും ലണ്ടനിലേക്ക് കൂടെ ആനയും വന്നം എന്നും ക്ലെയർ അറിയിക്കുന്നുണ്ടായിരുന്നു. ഉടനടി പുറപ്പെടണമെന്നും ഒട്ടും സമയമില്ല എന്നും ആ ലാസ്റ്റ് മിനിറ്റിൽ ക്ലെയർ അറിയിച്ചു. പിന്നെ പറയണ്ടല്ലോ, കിട്ടിയ അവസരമല്ലേ. ആന ചാടിക്കേറി പാക്ക് ചെയ്ത് വേഗത്തിൽ എയർപോർട്ടിലേക്ക് എത്തി. അവിടെ എത്തി ബോർഡിംഗ് പാസ് എടുക്കുമ്പോഴാണ് ആന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ക്ലെയറിനും മേജർ അസിസ്റ്റൻസിനും ഒപ്പമല്ല ആന പോകുന്നത്. അവരൊക്കെ ബിസിനസ് ക്ലാസ്സിലൊക്കെയാണ്. ആന പോകുന്നതോ മറ്റൊരു പ്ലെയിനിൽ സാധാരണ ഡിവിഷനിലും. ആന അതിനെപ്പറ്റി ചീഫ് അസിസ്റ്റന്റുകളോട് ചോദിച്ചപ്പോ അവർ ആനയെ കളിയാക്കി. ക്ലെയറിന്റെ സ്യൂട്ട് കേസൊക്കെ നോക്കാനും കൃത്യമായി അത് കൊണ്ടുവരാനും വേണ്ടിയ ആനയോട് വേഗം വരാൻ പറഞ്ഞത് എന്നവരറിയിച്ചു. ആന വളരെയധികം അപമാനിതയായി. പക്ഷേ ഇതൊക്കെ ബോർഡിങ്ങിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് കാണുന്നുണ്ടായിരുന്നു. ആനയെ അവളുടെ സീനിയേഴ്സ് അങ്ങനെ അപമാനിച്ചത് ആ ലേഡിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആനയുടെ സഹതാപം തോന്നിയവർ ആനയുടെ ടിക്കറ്റ് VVIP ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു കൊടുത്തു. ആനയ്ക്കും വലിയ സന്തോഷം തോന്നി. വിമാനത്തിൽ ആനയ്ക്ക് സീറ്റ് കിട്ടിയത് വില്യം എന്ന വ്യക്തിക്ക് സമീപമായിരുന്നു. വിമാനത്തിൽ വെച്ചിരുവരും പരിചയപ്പെട്ടു, സംസാരിച്ചു. ആന എന്തു ചെയ്യുന്നു എന്ന് വില്യം ചോദിച്ചപ്പോ താനൊരു ആർട്ട് കമ്പനിയുടെ ഡയറക്ടർ
ഡയറക്ടറാണ് എന്നാന കള്ളം പറഞ്ഞു. അമേരിക്കയിൽ തന്റെ ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞ് ലണ്ടനിലേക്ക് മടങ്ങുകയാണ് എന്നും വില്യം അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ആന ഒരു ആർട്ട് കമ്പനി ഡയറക്ടറാണ് എന്നൊക്കെ കേട്ടതും വില്യം അവളിൽ കുറച്ച് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. യാത്രയിലുടനീളം അന്നവർ ഒരുപാട് സംസാരിച്ചിരുന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ലണ്ടൻ നഗരത്തിലേക്ക് അന്ന പറന്നിറങ്ങി. പുറത്തെത്തി ആന തന്റെ ക്യാബ് ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് അവളുടെ പക്കൽ അതിനുള്ള പണമില്ല എന്നവൾ മനസ്സിലാക്കുന്നത്. ഈ സമയം അങ്ങോട്ടേക്ക് വില്യത്തെ പിക്ക് ചെയ്യാൻ വില്യത്തിന്റെ അമ്മ കാതറിൻ വരുന്നുണ്ടായിരുന്നു. വില്യം കാതറിന് ആനയെ പരിചയപ്പെടുത്തി. തന്റെ മകൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നതും അവളെ പരിചയപ്പെടുത്തുന്നതും കണ്ടപ്പോ കാതറിന് സന്തോഷം തോന്നി. കാതറിൻ എന്ന ആനയ്ക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അന്ന് ഹോട്ടലിലെത്തി നമ്പറൊക്കെ കൈമാറ്റം ചെയ്ത ശേഷം ആനയും വില്യമും രണ്ടു വഴിക്കായി പിരിഞ്ഞിരുന്നു. ആന ഹോട്ടലിലെത്തി ക്ലെയറിനെ കണ്ടു. ക്ലെയർ ആനയുമായി സംസാരിച്ചു. ക്ലെയറിന് അന്ന് തന്നെ റൂമിലേക്ക് പോകണമായിരുന്നു. താൻ പോയിട്ട് വരുന്നവരെ ക്ലെയറിനോട് തന്റെ അസിസ്റ്റന്റുകളെ അസിസ്റ്റ് ചെയ്യാനും കസ്റ്റമേഴ്സ് ഡീലിംഗിന് അവരെ ഹെൽപ്പ് ചെയ്യാനും ക്ലെയർ ആവശ്യപ്പെട്ടു. വേണ്ട ഇൻസ്ട്രക്ഷൻസ് നൽകിയ ശേഷം ഓപ്ഷൻ ബിൽഡിംഗിലെ മീറ്റിംഗിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ അന്നയെ ക്ലെയർ പറഞ്ഞുവിട്ടു. അവിടെ നിന്നും ഇറങ്ങി ഹോട്ടൽ ലോബിയിലേക്ക് എത്തുമ്പോഴാണ് തന്റെ ലാപ്ടോപ്പ് വില്യത്തിന്റെ കാറിൽ വെച്ച് മറന്നുപോയി എന്നാന തിരിച്ചറിയുന്നത്. പക്ഷെ തിരക്ക് പിടിച്ച ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് അതിന് നിൽക്കാതെ ആന വേഗം ഓപ്ഷൻ ബിൽഡിംഗിലേക്ക് വെച്ചുപിടിച്ചു. കുറച്ച് വൈകിയായിരുന്നു ആന ഓപ്ഷൻ ബിൽഡിംഗിൽ എത്തിയത്. ഉടനടി അവിടെ നടക്കുന്ന മീറ്റിംഗിലേക്ക് ആന പങ്കുചേർന്നു. ക്ലെയറിന്റെ അസിസ്റ്റൻസും അവിടെ ഉണ്ടായിരുന്നു. ഓപ്ഷന്റെ ഹെഡായ അർണോൾഡ് ആയിരുന്നു പ്രധാനമായും സംസാരിച്ചത്. നടക്കാനിരിക്കുന്ന ഓപ്ഷൻ ഒരു ലെജൻഡറി പെയിന്ററിന്റെ ഏറെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങുകളാണ് എന്നയാൾ വ്യക്തമാക്കി. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന പെയിന്റിംഗ്സ് ആണെന്നും അതങ്ങനെ സാധാരണ ആരുടെയും അടുത്തേക്ക് പോകരുതെന്നും റിച്ച് ക്ലയൻസിനെ മാത്രം സമീപിച്ചാൽ മതി എന്നും അർണോൾഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞതും ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ആനയെ ക്ലെയറിന്റെ ചീഫ് അസിസ്റ്റന്റുകൾ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ തന്റെ ഓഫീസ് കണ്ടതും ആന ഞെട്ടിപ്പോയിരുന്നു. ബേസ്മെന്റിലുള്ള ചെറിയൊരു ഭാഗമായിരുന്നു അവൾക്ക് നൽകപ്പെട്ടിരുന്നത്. പിന്നാലെ നീ താമസിക്കാൻ പോകുന്നത് വലിയ ഹോട്ടലിലൊന്നുമല്ല, ചെറിയൊരു ലോഡ്ജ് പോലത്തെ സെറ്റപ്പിലാണ് എന്നും ചീഫ് അസിസ്റ്റൻസ് ചെറിയൊരു പരിഹാസ ചിരിയോടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആനയ്ക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും ഒന്നും ചെയ്യാൻ ആനയ്ക്ക് പറ്റുമായിരുന്നില്ല. ആന തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് കാതറിന്റെ ഒരു മെസ്സേജ് ആനയ്ക്ക് വന്നെത്തുന്നത്. കാറിൽ നിന്ന് ആനയുടെ ലാപ്ടോപ്പ് കിട്ടിയെന്നും വീട്ടിൽ വന്നാൽ തിരികെ തരാം എന്നും പറഞ്ഞായിരുന്നു അത്. അന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്നും ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ആനയെ അവർ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് വർക്കൊക്കെ കഴിഞ്ഞപ്പോ ആന തന്റെ താമസ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് ഫ്രഷൊക്കെയായി നേരെ കാതറിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ ചെന്നു. കാതറിൻ ഏറെ സന്തോഷത്തോടെയായിരുന്നു ആനയെ വെൽക്കം ചെയ്തത്. അവിടെ സ്റ്റെയർ സൈഡിലുള്ള പെയിന്റിംഗ് ഒക്കെ അവൾ നോക്കി നിൽക്കെ വില്യം അവളുടെ അടുത്തേക്ക് ചെന്നു. വില്യമുമായി സംസാരിക്കുമ്പോഴാണ് ആന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. വില്യത്തിന്റെ അച്ഛൻ ലണ്ടനിലെ അറിയപ്പെടുന്ന ചെറിയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെന്ന്. ആ സമയം അങ്ങോട്ടേക്ക് ജൂലിയൻ എന്ന പേരുള്ള ഒരു ഫേമസ് പെയിന്ററും വന്നു. ആനയെ അയാൾ ഗ്രീറ്റ് ചെയ്ത് സംസാരിച്ചു. തന്റെ ഐഡൽ ആർട്ടിസ്റ്റിനെ അവിടെ വെച്ച് അങ്ങനെ നേരിട്ട് കാണാൻ പറ്റും എന്നൊരിക്കലും ആന പ്രതീക്ഷിച്ചിരുന്നതേയല്ല. പിന്നാലെയാണ് ആനയെ ക്ലെയറിന്റെ ഒരു അസിസ്റ്റന്റ് കോൾ ചെയ്യുന്നത്. ക്ലെയർ ആ അസിസ്റ്റന്റിനെ വിളിച്ച് വരാനിരിക്കുന്ന ഒരു കൺസേർട്ടിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ആ അസിസ്റ്റന്റിന് പോകണം. അതുകൊണ്ട് അവളുടെ ജോലി ആന ഓവർ ടൈം വർക്ക് ചെയ്ത് പൂർത്തിയാക്കണം. ആ ഓർഡർ അംഗീകരിക്കുകയല്ലാതെ ആനയ്ക്ക് വഴിയുണ്ടായിരുന്നില്ല. ആന കോൾ കട്ട് ചെയ്തതിന് പിന്നാലെ കാതറിൻ ജൂലിയനെയും ആനയെയും തന്റെ ഭർത്താവിന്റെ പെയിന്റിങ്ങുകളൊക്കെയുള്ള പേഴ്സണൽ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് ആന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നടക്കാൻ പോകുന്ന ഓപ്ഷനിൽ പെയിന്റിങ്ങുകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ പെയിന്റിങ്ങുകൾ അത്രയും കാതറിന്റേതാണ്. കൃത്യമായി പറഞ്ഞാൽ വില്യത്തിന്റെ അച്ഛൻ വരച്ചത്. അവിടുത്തെ ഓരോ ചിത്രവും ആന നോക്കിക്കണ്ടു. അതിന്റെ അർത്ഥം മനസ്സിലാക്കി. ഓരോ പെയിന്റിങ്ങും വിളിച്ചോതുന്നത് പ്രണയമാണ് എന്ന് ആന പറഞ്ഞു. പക്ഷെ ആദ്യം കാതറിൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ആന പിന്നാലെ ഓരോ പെയിന്റിങ്ങുകളുടെയും അർത്ഥം വിശദമായി പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. കാതറിൻ അതിശയത്തോടെയായിരുന്നു തന്റെ ഭർത്താവ് അത്രമേൽ പ്രണയം സൂക്ഷിച്ചിരുന്ന റൊമാന്റിക്കായ വ്യക്തിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ ആനയ്ക്ക് ജോലിക്ക് പോവേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരോട് യാത്ര പറഞ്ഞ് ആന പുറപ്പെട്ടു പോയി. ഓഫീസിലെത്തി ഓവർ ടൈം അവൾ വർക്ക് ചെയ്തിരുന്നു. രാത്രി മുഴുവൻ ഓവർ ടൈം വർക്ക് ചെയ്ത് പുലർച്ചയോടെയായിരുന്നു ജോലി തീർന്നത്. പിറ്റേന്ന് ക്ലെയർ എത്തിയപ്പോ തലേന്ന് താൻ വിളിച്ചു പറഞ്ഞ കോൺസേർട്ട് ടിക്കറ്റിന്റെ കാര്യം എന്തായി എന്ന് ക്ലെയർ അസിസ്റ്റന്റിനോട് ചോദിച്ചു. ടിക്കറ്റ് എടുക്കാൻ പോയ അസിസ്റ്റന്റിന് ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. നിരാശയോടെ അവരക്കാര്യം അറിയിച്ചു. ക്ലെയർ ആകെ വല്ലാതാവുന്നുണ്ട്. ഈ സമയം ആന ഉപയോഗിച്ചു. ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞതും ആന കുറുക്കു വഴികളിലൂടെ ഒരു ടിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു. ആ ടിക്കറ്റ് ആന ക്ലെയറിന് കൈമാറി. ക്ലെയറിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ആനയാണ് കൂടുതൽ റിലയബിൾ എന്ന് പറഞ്ഞ ക്ലെയർ ആനയെ കണ്ടുപിടിക്കാൻ തന്റെ സീനിയർ അസിസ്റ്റന്റുകളോട് പറഞ്ഞു. അവർക്ക് അത് ചെറിയ തോതിലെങ്കിലും ആനയോട് കുശുമ്പുണ്ടാക്കുന്നതായിരുന്നു. പിന്നീട് ആന ജോലി നോക്കിക്കൊണ്ടിരിക്കെ വില്യത്തിന്റെ മെസ്സേജ് വന്നു. അന്ന് പുതിയൊരു ആർട്ട് ഗാലറി തുറക്കുന്നുണ്ടെന്നും അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുമുള്ള മെസ്സേജ് ആയിരുന്നു അത്. ആർട്ടിനോട് സ്നേഹമുള്ള ആന ഉടനടി
ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. ആനയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ നല്ല വസ്ത്രമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലെയറിന്റെ ഒരു വസ്ത്രമെടുത്ത് ധരിച്ചായിരുന്നു അവൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ആന അങ്ങോട്ടേക്ക് എത്തിയപ്പോ കാതറിൻ സന്തോഷത്തോടെ അവളെ സ്വാഗതം ചെയ്തു. ജൂലിയനും വില്യമും അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഗാലറി ഓണറും. കാതറിൻ ഗാലറി ഓണർക്ക് ആനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അഭിസംബോധനാപരമായും അഭിനന്ദിച്ചുകൊണ്ടും ആനയുടെ കൈ ഗാലറി ഓണർ ചുംബിച്ചപ്പോ വില്യത്തിന് കുശുമ്പ് തോന്നാതിരുന്നില്ല. പിന്നാലെ കാതറിൻ ആനയോട് സംസാരിച്ചു. തലേന്ന് അന്ന പറഞ്ഞപ്പോഴാണ് കാതറിൻ ഹസ്ബൻഡ് കൊടുത്ത പെയിന്റിങ്ങുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പെയിന്റിംഗ് ഓപ്ഷൻ ചെയ്യുവാൻ കാതറിൻ ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെ നിൽക്കുകയാണ്. പക്ഷേ ആന കാതറിനോട് സംസാരിച്ചു. വിലപ്പെട്ട വസ്തുക്കൾ ഇത്തരത്തിൽ മൂവ് ഓൺ ചെയ്തു തുടങ്ങിയാൽ അതിന് കൂടുതൽ വിലമതിപ്പുണ്ടാവുമെന്നും അത് നല്ല കാര്യമാണ് എന്നും അവൾ അറിയിച്ചു. കൂടുതലായി ആന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആനയുടെ വാക്കുകൾ കാതറിനെ ആശ്വസിപ്പിക്കുന്നതുമായിരുന്നു. പിന്നീട് കാതറിനും ആനയും ചേർന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ക്ലെയറും അസിസ്റ്റൻസും കടന്നു വരാൻ തുടങ്ങി. അത് കണ്ട് ആന കുറച്ച് പാനിക്കായിരുന്നു. പിടികൂടപ്പെടുന്നതിനു മുമ്പ് ആന പുറത്തേക്കിറങ്ങി. ആന അങ്ങനെ പുറത്തേക്ക് പോകുന്ന കണ്ട് വില്യം അവളെ ഫോളോ ചെയ്തു ചെന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫ്രഷ് എയറിന് ഇറങ്ങിയതാ എന്നായിരുന്നു ആന പറഞ്ഞത്. വില്യം അവളെ ബാറിൽ പോവാൻ ക്ഷണിച്ചു. ഇരുവരും ഒന്നിച്ച് അടുത്തുള്ള ബാറിൽ പോയി മദ്യപിച്ചിരിക്കാൻ തുടങ്ങി. പരസ്പരം സംസാരിച്ചും കൂടുതൽ മനസ്സിലാക്കിയും ബാറിൽ അവർ ഒരുമിച്ച് ഒരുപാട് സമയം ചിലവഴിച്ചു. ഡ്രിങ്കിങ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് വില്യം അവളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷേ താൻ താമസിക്കുന്നത് ചെറിയൊരു ലോഡ്ജിലാണ് എന്ന് വില്യം അറിയരുത് എന്ന് ആനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലെയർ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്കായിരുന്നു വില്യത്തിനൊപ്പം അവൾ പോയത്. ഹോട്ടലിന് മുമ്പിലെത്തി അന്ന് പിരിയുന്നതിനു മുമ്പ് വില്യം ധൈര്യം സംഭരിച്ച് തന്റെ പ്രണയം അവളോടായി പറഞ്ഞു. ആദ്യം ആനയ്ക്ക് പ്രണയത്തിലൊന്നും അകപ്പെടണ്ട, ജോലിയിൽ തന്നെ നല്ല തിരക്കാണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ വില്യം ആത്മാർത്ഥമായാണ് പറഞ്ഞത് എന്ന് കണ്ടതും അവളുടെ മനസ്സലിഞ്ഞു. വില്യത്തിന്റെ പ്രപ്പോസൽ ആന സ്വീകരിച്ചു. അടുത്ത ദിവസം ആന വർക്ക് ചെയ്യുന്നതിനിടയിൽ ക്ലെയർ ആനയെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തലേ ദിവസത്തെ കാര്യം പിടിക്കപ്പെട്ടോ എന്നൊരു ഭീതി ആനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ക്ലെയർ വിളിച്ചത് ആനയുടെ പെർഫോമൻസിൽ വലിയ താല്പര്യം തോന്നി അവളെ പുകഴ്ത്തുവാനായിരുന്നു. വൈകാതെ അവളെ താൻ പ്രൊമോട്ട് ചെയ്യും എന്നും ക്ലെയർ അവളെ അറിയിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിനിടയിൽ ക്ലെയറിന്റെ ചീഫ് അസിസ്റ്റൻസിൽ ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കാതറിൻ പെയിന്റിംഗ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തീരുമാനം അറിയിച്ച കാര്യം അസിസ്റ്റന്റ് ക്ലെയറിനോട് പറയുകയാണ്. ക്ലെയർ വളരെ ഷോക്കായിട്ടായിരുന്നു അത് കേട്ടത്. അർണോൾഡും ക്ലെയറും ഉടനടി സ്റ്റാഫുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി. ഈ പ്രോബ്ലത്തിന്റെ റെസ്പോൺസിബിലിറ്റി ക്ലെയർ ഏറ്റെടുക്കണമെന്നും എന്തു തന്നെ സംഭവിച്ചാലും ഓപ്ഷൻ നല്ല രീതിയിൽ നടക്കണം, ഇത് മുമ്പോട്ട് തന്നെ പോകണം എന്ന് അർണോൾഡ് ആവശ്യപ്പെട്ടു. കാതറിനെ തനിക്ക് അറിയുന്നതാണെന്നും കാതറിൻ അങ്ങനെ എളുപ്പത്തിൽ മൈൻഡ് മാറുന്ന വ്യക്തിയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ക്ലെയർ വ്യക്തമാക്കുകയാണ്. ആരോ ഓപ്ഷനിൽ നിന്ന് പിന്മാറുന്ന തരത്തിലേക്ക് അവരെ സ്വാധീനിച്ചിരിക്കണം എന്നും ക്ലെയർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആരാണിതിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് അന്വേഷിക്കണമെന്നും ആളെ കണ്ടെത്തണമെന്നും ക്ലെയർ തന്റെ സ്റ്റാഫുകളോട് പറഞ്ഞു. അത് കേട്ടതും ആന കുറച്ച് പാനിക്കാകുന്നുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ കാതറിന്റെ മനസ്സ് മാറും എന്ന് ആന ഒരിക്കലും ചിന്തിച്ചിരുന്നതല്ല. അന്ന് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോ വില്യം ആനയെ കാണുവാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വില്യത്തെ അവിടെ അങ്ങനെ കണ്ടതും ആന കുറച്ച് പാനിക്കായി. വില്യത്തെയും ആനയെയും നേരിട്ട് കണ്ടാൽ ആനയുടെ കള്ളങ്ങൾ പൊളിഞ്ഞാലോ കാര്യം കൂടുതൽ വഷളായാലോ വില്യത്തെ വലിച്ചുകൊണ്ടുപോയി ആന വില്യത്തോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ദൂരെ നിന്ന് ക്ലെയറിന്റെ അസിസ്റ്റൻസ് അവരിരുവരെയും നോക്കിക്കണ്ടിരുന്നു. വില്യം പറയാതെ ഓഫീസിലേക്ക് വന്നതിൽ ആന വില്യത്തോട് ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ആനയുടെ ആ സ്ട്രേഞ്ച് ബിഹേവിയർ വില്യത്തെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. എന്നാലും അമേരിക്കയിലെ ജോബ് തനിക്ക് കിട്ടിയെന്നും അക്കാര്യം പറയാനാ താൻ വന്നത് എന്നും വില്യം അറിയിച്ചു. പക്ഷേ പാനിക്കായിരുന്ന ആന ആ ഒരു അവസ്ഥയിൽ വില്യത്തിന്റെ ജോബിന്റെ കാര്യമൊന്നും തനിക്ക് വിഷയമേ അല്ലെന്നും കാതറിൻ ഓപ്ഷൻ ക്യാൻസലാക്കാതിരിക്കാനാ താനിപ്പോ ശ്രമിക്കേണ്ടത് എന്നും പറഞ്ഞുപോയി. അത് കേട്ടതും വില്യം ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ആന തന്നോട് അടുപ്പം കാട്ടിയത് അത്രയും കാതറിന്റെ പെയിന്റിംഗ് ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നും വില്യം തെറ്റിദ്ധരിച്ചു. ആന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ക്ഷമ ചോദിക്കാനും ശ്രമിച്ചെങ്കിലും അതിനൊന്നും നിൽക്കാതെ വില്യം അവിടെ നിന്ന് പോന്നു. ആന ആകെ വല്ലാതായി പോയിരുന്നു. തിരികെ ഓഫീസിലേക്ക് എത്തുമ്പോ അവിടെയുള്ള ഏവരും അവളെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയതും ക്ലെയർ ആനയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാതറിനും ആനയും ഒന്നിച്ചുള്ള ഫോട്ടോ അടക്കം അവർക്ക് ലഭിച്ചിരുന്നു. കമ്പനി ഡയറക്ടർ എന്നൊക്കെ കള്ളം പറഞ്ഞ് കാതറിനെ പരിചയപ്പെട്ടതിന്റെ പേരിൽ ആനയെ ക്ലെയർ ചീത്ത പറഞ്ഞു. ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അത്രയും ക്ലെയറിന്റെ ചീഫ് അസിസ്റ്റൻസുമായിരുന്നു. പോരാത്തതിന് തന്റെ ഡ്രസ് പെർമിഷൻ ഇല്ലാതെ ധരിച്ചതിനും ക്ലെയർ ആനയെ ഇട്ട് കുടയുന്നുണ്ട്. കാതറിൻ ഓപ്ഷനിൽ നിന്ന് പിന്മാറാൻ കാരണം ആനയാണെന്ന് ക്ലെയർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആന നടന്ന കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും ക്ലെയർ ചെവികൊള്ളുന്നേ ഉണ്ടായിരുന്നില്ല. നടന്ന സംഭവങ്ങളുടെ പേരിൽ ആനയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നടന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോ ആനയ്ക്ക് വലിയ സങ്കടം തോന്നി. തന്റെ ചെറിയ നുണകൾ പോലും ആളുകളെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിരിക്കും എന്നൊക്കെ അവൾ ചിന്തിച്ചു. കാതറിനെ നേരിൽ കണ്ട് സംസാരിക്കണം എന്നവൾക്ക് തോന്നി. കാതറിന്റെ വീട്ടിലേക്കും അവൾ പുറപ്പെട്ടു ചെന്നു. ആന അവിടെ എത്തി കാതറിനെ കണ്ടു. ജൂലിയനും ഉണ്ടായിരുന്നു. നടന്ന
നടന്ന കാര്യങ്ങൾ അത്രയും കാതറിനോട് ആന ഏറ്റുപറഞ്ഞു. ഒക്കെ കേട്ടതും കാതറിൻ പറഞ്ഞു, അർണോൾഡിനെയും ക്ലെയറിനെയും പണ്ടുതൊട്ടേ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കാതറിൻ ഡയറക്ടറല്ല എന്നെനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അതൊന്നും തന്നെ വേദനിപ്പിച്ചിട്ടേ ഇല്ല എന്നും നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്നും കാതറിൻ അറിയിച്ചു. പിന്നാലെ സത്യം പറഞ്ഞാൽ തനിക്ക് അവളോട് നന്ദിയാണുള്ളതെന്നും അവൾ കാരണമാണ് തന്റെ ഹസ്ബൻഡ് വരച്ച ചിത്രങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണ്, അതെത്രമാത്രം അർത്ഥമുള്ളതാണ് എന്ന് താൻ മനസ്സിലാക്കിയത് എന്നും കാതറിൻ വ്യക്തമാക്കി. താൻ ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് ആനയുടെ ജോലി പോയതിന് കാതറിൻ ആനയോട് ക്ഷമ ചോദിച്ചു. ആന പോകുന്നതിന് മുമ്പ് ഒരു ഓഫർ കാതറിൻ ആനയുടെ മുമ്പിലേക്ക് വെച്ചു. ഓപ്ഷനുമായി താൻ മുമ്പോട്ട് പോകാം, പക്ഷേ ഈ ഓപ്ഷൻ ലീഡ് ചെയ്യേണ്ടതും കച്ചവടം നടത്തേണ്ടതും ആന നേരിട്ടായിരിക്കണം. ആനയുടെ കയ്യിലൂടെയാണെങ്കിൽ ആർട്ട് ലവേഴ്സ് ആയിട്ടുള്ള ഡിസർവിംഗ് ആയിട്ടുള്ള ക്ലയന്റുകളുടെ അടുത്തേക്ക് എന്റെ ഭർത്താവിന്റെ വിലപ്പെട്ട പെയിന്റിങ്ങുകൾ എത്തിച്ചേരും എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും കാതറിൻ കൂട്ടിച്ചേർത്തു. കാതറിന്റെ ആ ഓഫർ കേട്ടതും ആനയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കാതറിനും ജൂലിയനും ആനയും ചേർന്ന് ക്ലെയറിന്റെ ഓഫീസിലേക്ക് എത്തി. അർണോൾഡും അവിടെ ഉണ്ടായിരുന്നു. അർണോൾഡും ക്ലെയറും കൂടി കാതറിനോട് ഓപ്ഷനിലെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. അർണോൾഡിനടുക്കൽ കാതറിൻ പറഞ്ഞു, ഓപ്ഷനുമായി താൻ മുമ്പോട്ട് പോകും, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇതിന്റെയൊക്കെ ഇൻചാർജ് ആനയായിരിക്കണം. അർണോൾഡിനും ക്ലെയറിനും രണ്ടിലൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഉടനടി തന്നെ അവരത് അംഗീകരിച്ചു. എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത ശേഷം ക്ലെയറും ആനയും ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി. കാതറിനെ ആന എങ്ങനെ ഇതിനൊക്കെ സമ്മതിപ്പിക്കുന്നു എന്ന് ക്ലെയറിന് അതിശയമുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളത്രയും ക്ലെയറിനോട് ആന വിശദീകരിച്ചു പറഞ്ഞു. ഒക്കെ കേട്ടതും അതിശയത്തോടെ ക്ലെയർ പുഞ്ചിരിച്ചു. അങ്ങനെ പഴയ ചീഫ് അസിസ്റ്റന്റിനു മുകളിൽ ഓപ്ഷന്റെ ചീഫ് ഇൻചാർജായി ആന മാറി. ക്ലെയറിന്റെ സ്ഥാനത്തിനൊപ്പത്തിനൊപ്പം ഓപ്ഷൻ ദിവസവും എത്തി. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആന അറേഞ്ച് ചെയ്തിരുന്നു. കാതറിനും ജൂലിയനും അടക്കം ഓപ്ഷനിൽ പങ്കെടുക്കാനെത്തി. വില്യം വന്നിരുന്നില്ല. വില്യത്തിന്റെ അസാന്നിധ്യം ആനയെ ചെറുതായെങ്കിലും ദുഃഖിപ്പിച്ചിരുന്നു. ഓപ്ഷൻ നല്ല രീതിയിൽ നടന്നു. വളരെ വലിയ തുകയ്ക്ക് നല്ല ക്ലയന്റുകൾക്ക് പെയിന്റിങ്ങുകൾ വിറ്റുപോയി. ആനയുടെ വർക്ക് വലിയ തോതിൽ അഭിനന്ദിക്കപ്പെട്ടിരുന്നു. ക്ലെയർ ആനയുടെ അടുത്തെത്തി സംസാരിച്ചു. അമേരിക്കയിൽ അടുത്തൊരു ഓപ്ഷൻ ഉടനടി വരുന്നുണ്ടെന്നും അതിന്റെ കാര്യങ്ങൾക്ക് ആന ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെടണം എന്ന് ക്ലെയർ പറഞ്ഞു. ഇത്തവണ ക്ലെയർ ആനയ്ക്കായി VIP ടിക്കറ്റുകൾ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഉയർന്ന പദവിയിലുള്ള ആ ജോലിയടക്കം ആന സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. പിന്നാലെ ആനയ്ക്കടുത്തേക്ക് കാതറിനും ജൂലിയനും വന്നു. കാതറിൻ ആനയ്ക്ക് നന്ദി പറഞ്ഞു. ആന കാരണമാണ് ഇത്രയും വലിയ തുകയ്ക്ക് തന്റെ പെയിന്റിങ്ങുകൾ വിൽക്കാൻ സാധിച്ചത് എന്ന് അവൾ അറിയിച്ചു. വില്യം സിറ്റി പാർക്കിൽ കുട്ടികളെ കോച്ച് ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത് എന്നും കാതറിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ എല്ലാം തന്നെ ഇതിനോടകം വില്യത്തോട് പറഞ്ഞിരുന്നു എന്നും കാതറിൻ ആനയെ അറിയിച്ചു. എന്നിരുന്നാൽ തന്നെയും വില്ലത്തെ ആന നേരിട്ട് മീറ്റ് ചെയ്ത് അവനോട് സംസാരിക്കാൻ കാതറിൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതും അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വില്യത്തെ കാണുവാൻ ആന അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. വില്യമുമായി ആന അവിടെ വെച്ച് സംസാരിക്കുകയാണ്. വില്യത്തിന്റെ ഫീലിംഗ്സുകളെ ഹർട്ട് ചെയ്തതിന് അവൾ അവനോട് ക്ഷമ ചോദിച്ചു. തന്റെ ജോലിയെപ്പറ്റിയും പൊസിഷനെ പറ്റിയുമൊക്കെ താൻ കള്ളം പറഞ്ഞിരുന്നെങ്കിലും ഒരിക്കലും താൻ തന്റെ ഫീലിംഗിനെ പറ്റി വില്യത്തോടെ കള്ളം പറഞ്ഞിട്ടില്ല എന്നാന വ്യക്തമാക്കി. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും വില്യത്തിന്റെ ഡിസപ്പോയിന്റ്മെന്റ് മാറുന്നുണ്ടായിരുന്നില്ല. നുണകളാൽ തുടങ്ങപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് തനിക്ക് വേണ്ട, മാത്രമല്ല അവൾ അമേരിക്കയിലേക്ക് തിരികെ പോവുകയും ചെയ്യുവാണല്ലോ എന്നായിരുന്നു വില്യത്തിന്റെ അഭിപ്രായം. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് തന്നെ വില്യം പറഞ്ഞു. ആന ദുഃഖത്തോടെയായിരുന്നു അന്ന് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് മടങ്ങിയത്. വില്യത്തെപ്പറ്റി യാത്രയിലുടനീളം അവൾ ആലോചിച്ചു. കരിയർ സക്സസ് ആയെങ്കിലും തന്റെ പ്രണയം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് 6 മാസം കടന്നുപോയി. ആനയുടെ സ്വപ്നം നടപ്പിലായി കഴിഞ്ഞിരുന്നു. ആന സ്വന്തമായൊരു ആർട്ട് ഗാലറി ആരംഭിച്ചു. അന്ന് രാത്രിയിൽ ക്ലെയറും ആനയുടെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സക്സസ് ആയി ആന ഫീൽ ചെയ്ത ദിവസം. പക്ഷെ അപ്പോഴും അവളുടെ മനസ്സ് ലണ്ടനിലായിരുന്നു. വില്യത്തെ മാത്രം അവൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അന്നൊക്കെ കഴിഞ്ഞ് ആർട്ട് ഗാലറി ക്ലോസ് ചെയ്യാനായി ആന നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി ഒരു ഗസ്റ്റ് കടന്നു വന്നു. വില്യമായിരുന്നു അത്. ആന സന്തോഷത്തോടെ വില്യത്തെ നോക്കിക്കാണുന്നുണ്ട്. അവരിരുവരും ഒന്നുചേരും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.